ആ ക്യാബിനുള്ളിൽ നിന്നും അർജുനെ എടുത്തിട്ട് ലോറി പുഴയിലേക്ക് തന്നെ ഇട്ടേക്ക്. എനിക്ക് വേണ്ട. അവനെ ഗംഗവാലി പുഴയിലെ മണൽത്തരികൾക്ക് വിട്ടു നൽകില്ല. കഴിഞ്ഞ ദിവസം കേട്ട ശക്തമായ വാക്കുകളായിരുന്നു അത്. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായ വാക്കുകൾ. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അതായിരുന്നു കേരളം നെഞ്ചിലേറ്റിയ മനാഫ് എന്ന മനുഷ്യസ്നേഹി. മനാഫ് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. അർജുൻ ആ ലോറിയുടെ ക്യാബിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ള മനാഫിൻ്റെ ആത്മവിശ്വാസം. ഇതെല്ലാം സത്യമാവുകയായിരുന്നു. മനാഫ് എന്ന മുതലാളിക്ക് അർജുൻ എന്ന തൻ്റെ തൊഴിലാളിയോടുള്ള ആത്മബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, എന്തിനധികം ആ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. ഒടുവിൽ അർജുൻ്റെ ശരീരം കണ്ടെത്തി. അതിനായി നാളിതുവരെ പണിയെടുത്ത മനാഫിൻ്റെ ഉദ്ദേശശുദ്ധി വരെ ചോദ്യം ചെയ്യപ്പെട്ടു. സംഘികളുടെ ഇടയിൽ നിന്ന് കടുത്ത സൈബർ ആക്രമണവും മതം പറഞ്ഞുള്ള ഒറ്റപ്പെടുത്തലും നേരിട്ടപ്പോഴും മനാഫിന് ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്കവൻ്റെ ശരീരം മാത്രം മതി. അതവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക. വണ്ടിയും തടിയും ഒന്നും വേണ്ട. നിറ കണ്ണുകളോടെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി മനാഫിനോട് മാത്രമായി പറയാനുണ്ട്. എല്ലാം കഴിഞ്ഞ് മാറിയിരുന്ന് നിങ്ങളൊന്ന് പൊട്ടിക്കരയണം. നെഞ്ചിൽ കൊണ്ടു നടന്ന ഭാരമെല്ലാം ഇറക്കി വയ്ക്കണം. കാരണം നിങ്ങളെപ്പോലുള്ള മനുഷ്യർ ഇനിയും ഇവിടെ വേണം. ഈ നാടിൻ്റെ അടയാളമാണ് നിങ്ങൾ. അർജുൻ്റെ ബോഡി ലഭിച്ചതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആശ്വാസം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് മനാഫിൻ്റെ കുടുംബമായിരുന്നു. കടുത്ത ദുഃഖത്തിനിടയിലും ആശ്വാസത്തിന് കാരണമുണ്ടായിരുന്നു. മാസങ്ങളായി തങ്ങൾക്കു നേരെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്ക് ഒരവസാനം എന്ന നിലയിലായിരുന്നു ആശ്വാസം ഉടലെടുത്തത്. അത്രത്തോളം ഭീകരമായിരുന്നു ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ആ കുടുംബത്തെ അറിയാവുന്നവർക്ക് ആ അപവാദ പ്രചരണങ്ങളെ തള്ളിക്കളയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മറ്റുള്ള കോടിക്കണക്കിന് ജനങ്ങളിൽ ചിലരെങ്കിലും ഈ കൂട്ടായ പ്രചരണങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടെന്ന് ഉറപ്പാണ്. സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കേണ്ട അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആശ്വാസകിരണങ്ങൾ കഴിഞ്ഞ ദിവസം മനാഫിൻ്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ വേദനിപ്പിച്ചിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ലോറി ഉടമ മനാഫ് അർജുനായി പോരാടിയതെന്ന് മനാഫിൻ്റെ കുടുംബം വ്യക്തമാക്കുകയുണ്ടായി. ഓരോ ഫോൺ വിളികളിലും അർജുനെയും കൊണ്ടേ തിരിച്ചു വരൂ എന്ന് മനാഫ് പറഞ്ഞിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. മനാഫിൻ്റെ ആ തീരുമാനം ഉറച്ചതായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാവുകയും ചെയ്തിരുന്നു. അപകടമറിഞ്ഞയുടൻ മനാഫും സഹോദരൻ മുബീനും ഷിരൂരിലേക്ക് എത്തിയിരുന്നു. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്മാറാത്ത പ്രകൃതമാണ് മനാഫിൻ്റേത്. ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടെന്ന് മനാഫിന് ഉറപ്പായിരുന്നു. ഷിരൂരിൽ മനാഫ് കരയുന്നത് കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളും കരഞ്ഞു. സ്വന്തം ബിസിനസ് പോലും നോക്കാതെയാണ് മനാഫും മുബീനും പ്രവർത്തിച്ചതെന്നും കുടുംബം പറഞ്ഞു. ചില മാധ്യമങ്ങൾ തന്നെ വേട്ടയാടി എന്ന് കഴിഞ്ഞ ദിവസം മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആദ്യം സഹായം തേടി സമീപിച്ച ചില ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ അൽ-ഖ്വയ്ദ ഭീകരനേക്കാൾ വലിയ ഭീകരനാക്കി ചിത്രീകരിച്ചതായും അദ്ദേഹം വേദനയോടെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. എൻ്റെ വണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പിന്നാലെ നടക്കുന്നത് എന്നായിരുന്നു ചിലരുടെ ആരോപണം. എന്നാൽ വണ്ടി കിട്ടാനോ ഇൻഷുറൻസ് കിട്ടാനോ എനിക്കതിൻ്റെ ആവശ്യമില്ല. FIR ക്ലോസ് ചെയ്താൽ ഇൻഷുറൻസ് ശരിയാക്കി നൽകാമെന്ന് എന്നോട് കളക്ടർ അടക്കമുള്ളവർ പറഞ്ഞതാണ്. അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടി നൽകുമോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം അർജുൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഞാൻ FIR ക്ലോസ് ചെയ്താൽ പിന്നെ തിരച്ചിൽ നിൽക്കും. അങ്ങനെ സംഭവിച്ചാൽ അർജുനെക്കുറിച്ച് ഒരു വിവരവും കിട്ടില്ല. മിസ്സിംഗ് കേസ് മാത്രമായി മാറും. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 7 വർഷം കഴിയും. കുടുംബത്തിന് സഹായം കിട്ടുന്നതും അതിനേക്കാൾ വൈകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അർജുനെ തിരിച്ചെത്തിക്കുമെന്ന് ഞാൻ കുടുംബത്തിന് കൊടുത്ത വാക്കാണ്. അതിനാൽ തിരച്ചിൽ തുടരേണ്ടത് അനിവാര്യമായിരുന്നു. ഈ വാക്കുകളിലുണ്ട് എല്ലാം. മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേര് പറഞ്ഞ് പുതിയ കഥകൾ മെനഞ്ഞെടുക്കുന്നവർ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. അവർ ഇതൊന്നും അറിയുന്നില്ല. അവർക്കെതിരെ നിൽക്കുന്നവർ ഇതര മതസ്ഥരാണെങ്കിൽ അവൻ്റെ രക്തം മാത്രം മതി അവർക്ക്. മനാഫിനെതിരെ കടുത്ത വിദ്വേഷ പ്രചരണവുമായി സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലുകളാണ് രംഗത്ത് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം.
ഇതിലൊരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ അർജുൻ വിഷയവുമായി ബന്ധപ്പെട്ട് മനാഫിനെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. മനാഫിനെ സംശയമുനയിൽ നിർത്തി 8 വീഡിയോകളാണ് ഇയാൾ പല തവണയായി ചെയ്തത്. മനാഫ് കള്ളക്കടത്തുകാരനാണെന്നും അർജുനെയും ലോറിയെയും ഒളിപ്പിച്ചതാണെന്നും വരെ ഇയാൾ തൻ്റെ വീഡിയോയിൽ വ്യാജ ആരോപണമുന്നയിച്ചു. മനാഫ് അന്വേഷണം വഴിതെറ്റിച്ചു, തുടർച്ചയായി തിരച്ചിൽ നടത്തിച്ച് സർക്കാരിൻ്റെ കോടികൾ പാഴാക്കി തുടങ്ങിയ ആരോപണങ്ങളും ഈ പുള്ളിക്കാരൻ ഉയർത്തിവിട്ടിരുന്നു. ഒടുവിൽ മനാഫ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതിന് സമീപത്തു നിന്ന് മൃതദേഹം കിട്ടിയപ്പോൾ മനാഫ് അഗ്നിശുദ്ധി തെളിയിച്ചു എന്ന പേരിൽ വീഡിയോ ഇറക്കാനും ഇദ്ദേഹത്തിന് യാതൊരു ഉളുപ്പും ഉണ്ടായില്ല. എന്നാൽ അങ്ങനെ ഇറക്കിയ വീഡിയോയിലും കടുത്ത വർഗീയ ആരോപണങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ പുള്ളിക്കാരൻ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു പിന്നാലെ പഴയ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയാണ് ഇദ്ദേഹമെന്ന് ഈ സംഭവങ്ങളിലൂടെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകും. അതേസമയം ഷിരൂരിൽ നൊമ്പരക്കാഴ്ചയാവുകയാണ് നദിയിൽ നിന്നും പുറത്തെടുത്ത് അർജുൻ ഓടിച്ചിരുന്ന ലോറി. ക്യാബിന് പൊളിച്ചുള്ള പരിശോധനയിൽ കണ്ടെടുത്തത് അർജുൻ്റെ കരുതലുകളായിരുന്നു. 2 ഫോണുകളും വസ്ത്രം നിറച്ച ബാഗും മകൻ്റെ കളിപ്പാട്ടവും കണ്ടുനിന്നവരുടെയും ഉള്ളുപൊള്ളിച്ചു. ഇതെല്ലാം തങ്ങൾക്ക് വിലമതിക്കാനാകാത്ത സ്വത്തുക്കളാണെന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത്. അർജുനെ കാണാതായതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണങ്ങളാണ് മനാഫ് നേരിട്ടത് എന്ന കാര്യം ഈ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അവിടെ ഓർക്കാനുള്ളൊരു പ്രധാന സംഗതിയുണ്ട്. പേര് മനാഫ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ആക്രമണങ്ങൾ മനാഫിനെതിരെ ഉണ്ടായത്. സംഘപരിവാർ നേതൃത്വത്തിലായിരുന്നു ആക്രമണങ്ങൾ മുഴുവൻ. അർജുൻ്റെ ബോഡി ലഭിക്കുന്നതുവരെ ഈ ആക്രമണങ്ങൾ സഹിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു മനാഫിൻ്റെയും അദ്ദേഹവുമായി അടുപ്പമുള്ളവരുടെയും സാഹചര്യം. ഇതിനിടെ ഒരു സംഘി ഒരു വീഡിയോ ചെയ്ത് രംഗത്തെത്തിയത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത്തരത്തിൽ സമൂഹത്തിൽ വിഷം കലക്കുന്ന അത്തരം ആൾക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ കൊച്ചു കേരളം നമ്മുടെ നാടാണ്. ഇവിടെ ജാതിഭേദമന്യേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മലയാളി മനുഷ്യരാണ് വസിക്കുന്നത്. നിങ്ങൾക്കുള്ള ഇടമല്ല ഈ നാട്. ഈ നാടിന് നിങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള ഒന്നും അത്ര കണ്ട് പരിചയമില്ല. നിങ്ങളിവിടെ സജീവമായതിനു ശേഷം മാത്രം ഇവിടുത്തെ ജനങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളവർക്ക് അറിയാവുന്ന വർഗീയപരമായ കാര്യങ്ങൾ. അതിനെ ഇടുങ്ങിയ മനസ്സെന്നൊക്കെ നിങ്ങൾ വിളിച്ചേക്കും. എന്നാലും വേണ്ടില്ല. ആ ഇടുങ്ങിയ മനസ്സിനെ നിങ്ങൾ വിശാലമാക്കാൻ ശ്രമിക്കരുത്. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ചുരുക്കി പറയാം. നിങ്ങൾ മതം പറഞ്ഞ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെ മാറ്റരുതേ എന്ന്.